ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? മിഹിർ പാണ്ഡെ എഴുതിയ അയാം കലാം എന്ന് പറഞ്ഞ ഫിൽമി ലേഖനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കണം. ഓരോ പാരഗ്രാഫും നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് കിട്ടാത്ത ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് വീഡിയോ ആവർത്തിച്ച് കാണണം. എങ്കിലേ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മിഹിർ പാണ്ഡെയുടെ അയാം കലാം കെ ബഹാനെ എന്നുള്ള ഫിൽമി ലേഖനത്തിന്റെ ഒരു പാർട്ടാണ് നമ്മൾ എടുത്തത്, അല്ലേ? മിഹിറിന്റെ കുട്ടിക്കാലമായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. മിഹിറിന്റെ കുട്ടിക്കാലത്തെ ജീവിതം, മിഹിറിന്റെ കൂട്ടുകാരൻ, എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത്? मिहिर का दोस्ती कोने मोरपाल। मिहिर और मोरपाल नाम की पहली अक्षर एक होने से वजह से क्लास की दरी पट्टी पर साथ साथ बैठी थी. പേരിന്റെ ആദ്യാക്ഷരം ഒരേപോലെ ആയതുകൊണ്ട് രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഇരുന്നത്. मिहिर अपने घर से राजमा और चावल लाते थे. उस समय മോർപാൽ अपने घर से छाछ का टिब्बा लाता था. എന്താണ് പറഞ്ഞത്? മിഹിർ തന്റെ വീട്ടിൽ നിന്നും അരിയും ചോറും രാജ്മ എന്ന് പറഞ്ഞ കറിയും കൊണ്ടുവരുന്ന സമയത്ത് മോർപാൽ തന്റെ വീട്ടിൽ നിന്ന് മോരിന്റെ മോരായിരുന്നു കൊണ്ടുവന്നിരുന്നത്. दोनों के गेल गंडी में गाने का अदला बदली थी. എന്താണ് അദലാ ബദലി എന്ന് പറഞ്ഞാൽ? രണ്ടുപേരും ഇന്റർവെൽ സമയത്ത് ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ കഴിച്ചിരുന്നു. ഓക്കെ, അതാണ് അദല ബദലി, ലേൻ ദേന എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അതിനുശേഷം മോർപാൽ अपने किसी गांव में 15 किलोमीटर साइकिल चलाता रोज स्कूल आता था. മോർപാൽ തന്റെ ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്നും 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടായിരുന്നു സ്കൂളിലേക്ക് रोज आता था പതിവായിട്ട് വന്നിരുന്നത്. ओके, मोरपाल और मिहिर के दोस्त हमेशा स्कूल को पसंद होता था, लेकिन मिहिर स्कूल जाने में रोया करता. മോർപാലിന്റെ മിഹിറിന്റെ മറ്റ് സുഹൃത്തുക്കളൊക്കെ സ്കൂളിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ടല്ലോ. രവിവാർ കാ ഹഫ്തെ കാ അംതിം ദിൻ രവിവാർ ഉസ്കെ ലിയെ സബ്സെ ബുരാ ദിൻ ഹോത്താ ഹൈ. ആഴ്ചയിലെ അവസാന ദിനമായ ഞായറാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു. അന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ദിവസം അവർക്ക് മോശപ്പെട്ട ദിവസമായിരുന്നു. എന്നാൽ മിഹിർ സ്കൂൾ ജാനെ മേ ഹമേശ രോയ കർത്ത, സ്കൂളിൽ പോകാൻ എന്നും മടി കാണിച്ചിരുന്നു. ജബ് ബാരിഷ് കെ വക്ത് സ്കൂൾ കോ ചുട്ടി രഹനെ മേ മിഹിർ ഘർ മേ നാച്ച കർത്ത. ശക്തിയായി മഴ പെയ്യുന്ന സമയത്ത്, സ്കൂളിന് അവധി കൊടുക്കുന്ന സമയത്ത് മിഹിർ വീട്ടിൽ പോയിട്ട് ആഘോഷിക്കുമായിരുന്നു. അത്രയും മിഹിറിന് സ്കൂളിൽ പോവാൻ തീരെ താല്പര്യമില്ലായിരുന്നു എന്ന്. ഓക്കെ, അതുപോലെ മിഹിർ സ്കൂൾ യൂണിഫോമിനോട് വല്ലാത്ത മടിയായിരുന്നു, അത് ഇടാൻ വല്ലാത്ത മടി കാണിച്ചിരുന്നു മിഹിർ. എന്നാൽ ഈ മോർപാൽ എല്ലാ സമയത്തും മോർപാൽ താൻ അതേ സ്കൂളിലെ നീലയും കാക്കിയും കളറുള്ള യൂണിഫോം ധരിച്ചിട്ടായിരുന്നു മോർപാൽ സ്കൂൾ പോലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും മോർപാൽ പോയിരുന്നത്. കിസി गांव की शादी में മോർപാൽ को യൂണിഫോം देखते മിഹിർ ഹൗരാൻ ഗയ. അവസാനം ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഏതൊരു ഗ്രാമത്തിലെ ഒരു കല്യാണത്തിലെ മോർപാലിനെ സ്കൂൾ യൂണിഫോമിൽ കണ്ടപ്പോൾ മിഹിറിന് വല്ലാത്ത ആശ്ചര്യം തോന്നിപ്പോയിട്ടുണ്ട്, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ബാക്കി ഭാഗം എടുക്കാൻ പോവാണ്. കുറച്ചും കൂടി മിഹിറിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മിഹിർ കണ്ട സിനിമയുടെ ചില ഓർമ്മകളാണ് അടുത്ത ഭാഗത്തായിട്ട് പറയുന്നത്. ഓക്കെ, यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन को सबसे गहरा समय समझ करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था.
യഹ് മുझे बहुत समय में समझ आया कि എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായത്? ജി സ്കൂൾ में बिताए समय को मैं अपने बचपन का सबसे खराब समय समझ करता. സ്കൂൾ സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട, അതായത് കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയം എന്ന് പറഞ്ഞത് സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഷായത് വഹി മോർപാൽ കെ ലിയെ ഉസ്കെ ജീവൻ കാ സബ്സെ അച്ഛ സമയം होता था. എന്നാൽ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയം എന്ന് ചോദിച്ചാൽ അത് അവൻ്റെ സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു. രണ്ടാളുടെയും വ്യത്യാസം മനസ്സിലാക്കിക്കണം. ഒരാൾക്ക് തൻ്റെ സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയം എന്ന് പറയുമ്പോൾ, മോർപാൽ പറയുന്നു മോർപാലിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോയിരുന്ന സമയമായിരുന്നു ഏറ്റവും നല്ല സമയമെന്ന് മോർപാൽ പറയുന്നു. മിഹിർ മനസ്സിലാക്കുന്നു. घर की कमर तोड़ मेहनत और खेत मजूरी से इधर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. വീട്ടിലെ കഠിനമായ ജോലികൾക്കും കൃഷികൾക്കൊക്കെ ശേഷം അച്ഛനെയൊക്കെ കൃഷികളിൽ സഹായിക്കുന്ന മോർപാൽ അതിനുശേഷം ഒരു കുട്ടിയായി ജീവിച്ചത് സ്കൂളിൽ വന്നു പോയിരുന്ന സമയം മാത്രമായിരുന്നു. അല്ലാതെ ആ സ്കൂൾ സമയം മാത്രമായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയായി ജീവിക്കുക. അല്ലാത്ത സമയം അവൻ വീട്ടിൽ അച്ഛനെയൊക്കെ സഹായിച്ച് വലിയ കഠിനമായ ജോലികളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ ജീവിതമാണ് അവൻ്റെ ഏറ്റവും നല്ല ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോച്ച് തി. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം ഒരു ബോറായിരുന്നു, വല്ലാത്തൊരു എന്താ പറയുക, എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു സ്കൂൾ യൂണിഫോം. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വില കൂടിയതും മികച്ചതുമായ ഞാൻ ഇഷ്ടപ്പെട്ട വലിയ വലിയ കടകളിൽ നിന്നും അങ്ങാടികളിൽ നിന്നും വാങ്ങിയ ധാരാളം വസ്ത്രങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് യൂണിഫോമിനോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാണ് മിഹിറിന് യൂണിഫോമിനോട് താല്പര്യമില്ലാത്ത വെച്ചാൽ അതിനേക്കാൾ വില കൂടിയതും പല നിറത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ മിഹിറിന്റെ കയ്യിലുള്ളത് കൊണ്ട് സ്കൂൾ യൂണിഫോമിനോട് വല്ലാത്ത അലർജി ആയിരുന്നു. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वही नीली खाकी स्कूल യൂണിഫോം ही थी. എന്നാൽ മോർപാലിന്റെ അടുത്ത് ഈ ഒരേ ഒരു സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികത ബഹുസേ ഷാദി മേ പഹൻ കറാത്ത. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവൻ ആ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് കല്യാണത്തിനേക്കൊക്കെ വരുന്നത്. അല്ലാതെ അവൻ്റെ കയ്യിൽ മറ്റ് ഡ്രസ്സ് ഉണ്ടായിട്ട് അവൻ സ്കൂൾ യൂണിഫോം ഇട്ട് വരികയല്ല. അപ്പോൾ അവൻ അത്രയും പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു എന്ന് മിഹിർ പറയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മിഹിറിന്റെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട് ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് നീൽ മാധവ് പാണ്ഡെ സംവിധാനം ചെയ്ത അയാം കലാം എന്നുള്ള സിനിമയുടെ ചില ഭാഗങ്ങളാണ്. ആ സിനിമയിലെ കഥ മിഹിറിന്റെ കുട്ടിക്കാലവുമായി നല്ല സാമ്യതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, नील माधव पांडा की आयाम कलाम देखते हैं मुझे अपना बचपन बहुत याद आया. നീൽ മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ബഹുത്ത് യാദ് ആയ, എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. क्योंकि ये फिल्म भी उन्हीं विलोमों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने. ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ട് എന്നെനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഹമാര നായക് കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹൈ. സിനിമയിലെ നായകനായ കലാം ചായക്കടയിൽ ചായ് കി ദുക്കാൻ മേ കാം കർത്തി ഹൈ, ചായക്കടയിൽ ജോലി ചെയ്യാം. ഉസ്കാ സപ്ന ഹേ സ്കൂൾ ജാന. ഉസ്കാ സപ്ന, അവൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞത് സ്കൂളിൽ പോവുകയും അവർ ടി വി മേ ദേഖെ ലംബെ ബാലോം വലെ രാഷ്ട്രപതി കലാം സ ബന്ന. ടി വിയിലൊക്കെ കാണുന്ന നീളമുള്ള മുടിയുള്ള
രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിനെ പോലെ ആകാനാണ് അവൻ്റെ താല്പര്യം. അങ്ങനെ ആകാനാണ് അവൻ്റെ താല്പര്യം, അവൻ്റെ സ്വപ്നം. ലേക്കിൻ ഫിൽമ് മേം ഏക് ബച്ച ബി, സിനിമയിൽ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്. കലാമിനെ കൂടാതെ വേറൊരു കുട്ടി കൂടി ഉണ്ട്. ടാണിക്കെ റാണക്ക ബേട്ട രൺ വിജയ്. ആരാണ്? ടാണിയിലെ റാണയുടെ മകനായ രൺ വിജയ്. കഥാപാത്രങ്ങളുടെ പേരൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കണം, ഓർത്ത് വെക്കണം. ജിസെ സ്കൂൾ ജാന കഥഹി പസന്ത് നെയ്യും. അവന് സ്കൂളിൽ പോവാൻ തീരെ താല്പര്യമില്ല. ആർക്കാണ് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തത്? ഈ റാണയുടെ മകനായ രൺ വിജയിന് സ്കൂളിൽ പോവാൻ തീരെ താല്പര്യമില്ല. വഹി സ്കൂൾ ജോ രൺ വിജയ് കോ പരീക്ഷ കാ ഡർ ദിക്കാക്കർ ഭയഭീത് കർത്ത. ആ സ്കൂളിലെ പരീക്ഷയെ പേടിച്ച് കഴിയുന്ന ഒരു രൺ വിജയിനെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക. സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ പരീക്ഷ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് രൺ വിജയിനുള്ളത്. എന്നാൽ കലാം കോ ഏക് അലഗ് ജീവൻ ബെഹ്തർ ജീവൻ കാ സപ്ന ദിഖത്ത. എന്നാൽ കലാമിന് അങ്ങനെയല്ലായിരുന്നു. സ്കൂളിൽ പോവുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിനെ, ഫ്യൂച്ചറിനെ തന്നെ ഒരു നല്ല ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കലാമിന് സ്കൂളിൽ പോകുന്നത് തോന്നിയിട്ടുള്ളത്. വ്യത്യാസം മനസ്സിലാവുണ്ടോ? റാണയുടെ മകനായ രൺ വിജയിന് സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാന്നൊക്കെ പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയും വെറുപ്പും മയവും മടിയൊക്കെ ആയിരുന്നു. എന്നാൽ കലാമിന് സ്കൂളിൽ പോവുക എന്നുള്ളത് എങ്ങനെയാണ്? അലഗ് ജീവൻ, വ്യത്യസ്തമായ ഒരു ജീവിതം, അതിലൂടെ ഉയർന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക. അതായിരുന്നു കലാമിൻ്റെ സ്വപ്നം. फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मजेदार और खास इशारा भी करते. സിനിമയിൽ ഈ രണ്ട് കുട്ടികളുടെയും ആദ്യമായിട്ടുള്ള മുലാഖാത്ത്, പഹലി മുലാഖാത്ത്, ആദ്യ കൂടിക്കാഴ്ചയുടെ സമയത്ത് സംവാദ് ബി ബഡെ മസേദാർ, അവർ ആദ്യമായി സംസാരിക്കുന്ന ഡയലോഗ് തന്നെ വളരെ രസകരമാണ്. അവർ ഖാസ് ഇഷാര ബി കർത്തെ, അവിടെ ഡയലോഗ് വളരെ രസകരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഡയലോഗിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ പറഞ്ഞു കലാം ഈ സിനിമയിൽ കലാം എന്ന് പറഞ്ഞ ഒരു നായകനുണ്ട്, കുട്ടി. ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? ചായക്ക് ദുക്കാൻ മേം കാം കർത്തെ, ചായക്കടയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവൻ ആ സിനിമയിലെ അവന്റെ സ്വപ്നം എന്താണ്? കലാമിന്റെ സ്വപ്നം എന്താണ്? രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ പോലെ ആവണം എന്നാണ് അവൻ്റെ സ്വപ്നം. അതേ സിനിമയിൽ തന്നെ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്, റാണയുടെ മകനായ രൺ വിജയ്. പക്ഷെ രൺ വിജയിന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു, പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അവന് പരീക്ഷയൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വല്ലാത്ത പേടിയായിരുന്നു. പക്ഷെ കലാം അങ്ങനെയല്ലായിരുന്നു. സ്കൂളിൽ പോകുന്നത് തൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ ഉയർത്താനും അത് സഫലീകരിക്കാനും വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ കലാം വിശ്വസിക്കുന്നത്. സ്കൂളിൽ പോകുന്നത് ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമായിട്ടാണ് കലാം ധരിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കലാമിൻ്റെ സ്വപ്നം അങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ കലാമും രൺ വിജയും തമ്മിൽ ആദ്യമായിട്ട് കാണുന്ന അവരുടെ സംഭാഷണം ഒന്ന് നോക്കി നോക്കാം. കലാം ഇത്തിനി സാരി കിതാബേം കായം കി. കലാം ചോദിക്കാണ്, ഇത്തിനി സാരി കിതാബ്, എത്ര പുസ്തകങ്ങളാണ് കായം കി, ഇതൊക്കെ ആരുടേതാണ്? അപ്പൊ രൺ വിജയ് പറയുന്നു, ആപ്കോ അംഗ്രേസി നെയ്യും അധ്യാക്യ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ലേ? കലാം തേരക്കോ പേട് പർ ചടന ആത്തായ, നിനക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ അറിയോ? അപ്പൊ കലാം വീണ്ടും ചോദിക്കാണ്, തേരക്കോ പേട് പർ ചടന ആത്തായ, നിനക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ അറിയോ? രൺ വിജയ്, ഹമേ ഗോഡെ പർ ചടന ആത്താ ഹെ, ആപ്കോ കുതിരസവാരി ആത്തി ഹെ, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. ആപ്കോ കുതിരസവാരി ആത്തി ഹെ, നിനക്ക് കുതിരസവാരി അറിയോ എന്ന് രൺ വിജയ്. അതേസമയം കലാം ചോദിക്കുന്നത്, മേരേക്കോ ഊണ്ട് പർ ചടന ആത്താ ഹെ, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. തേരക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ, നിനക്ക് ഒട്ടകത്തെ പരിചരിക്കാൻ അറിയോ? ഇവിടെ ദവാ കർണി എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക, മരുന്ന് കൊടുക്കുക എന്നൊക്കെയാണ്. ഇവിടെ അർത്ഥം പരിചരിക്കുക എന്നാണ്. ഓക്കെ, ഇതാണ് ഇവരുടെ സിനിമയിലെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് ഉള്ള ഡയലോഗ്സ്. ഓക്കെ, ഇത് ചെറിയൊരു
ഭാഗം കൂടി നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. इन सम इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. ഈ ഡയലോഗിന് ശേഷം കലാമും രൺവിജയും അവർ പരസ്പരം കുതിരസവാരി പഠിപ്പിക്കാനും മരത്തിന്റെ മുകളിൽ കയറാനും ഒക്കെ ലേൻ ദേൻ കൊടുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കാണ് അതല ബദലി, കൊടുക്കുകയും ചെയ്യുക വാങ്ങുകയും ചെയ്യുക, പരസ്പരം ചോദ്യം ചോദിക്കുക, സംശയങ്ങൾ തിരുത്തി കൊടുക്കുക, ഇതൊക്കെയാ അവർ അങ്ങനെ അവരെന്തായി നല്ല കൂട്ടുകാരായി നടത്തും. दोस्ती हो जाती है. फिल्म में किस्से में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा പ്രേം കവി. ഈ സിനിമയിൽ ഒരു ചായക്കടക്കാരൻ്റെ അധൂര ഏക് തരഫ പ്രേം കവി, പൂർത്തിയാകാത്ത ഒരു വൺ വേ പ്രേമം കൂടി ഉണ്ട് ഈ സിനിമയിൽ ചായക്കടക്കാരൻ്റെ. और उस लड़के का भी जो सुदूर बीहट बैठा अमिताभ की फिल्म में देख देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. അതുമാത്രമല്ല സിനിമയിലെ മറ്റൊരു കുട്ടി ഒരു വിശാലമായ സ്ഥലത്തിരുന്നിട്ട് അമിതാഭ് ബച്ചൻ്റെ സിനിമകൾ കണ്ടിട്ട് ഉൻകി നക്കൽ കർക്കെ അദ്ദേഹത്തെ അനുകരിച്ചിട്ട് ഗുദ് അമിതാഭ് ഹോ ജാനാ ചാഹത്ത, സ്വയം അമിതാഭ് ബച്ചനാവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ട്. ഇതൊക്കെ മിഹിർ സിനിമ കണ്ട ഓർമ്മയിൽ പറയാം. അപ്പം നമ്മളോട് ഒരാൾ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അതിലെ കഥകളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയില്ലേ, അപ്പോൾ സിനിമയിലെ ലേഖനാണ്, സിനിമാ ലേഖനാണ്. അപ്പോൾ ആ സിനിമയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് മിഹിർ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് മിഹിറും മോർപ്പാനായിട്ട് താരതമ്യം ചെയ്യുക? മിഹിറായിട്ട് നമുക്ക് കലാമിനെ കൂട്ടാം, മിഹിറായിട്ട് രൺവിജയനെ കൂട്ടാം, കലാമായിട്ട് മോർപ്പാലിനെ എടുക്കാം. മനസ്സിലാവട്ടോ? ഇപ്പം ഏകദേശം മനസ്സിലായി. മിഹിർ പണക്കാരനാണ്, അത്യാവശ്യം നല്ല സാഹചര്യത്തിൽ വളർന്ന ആളാണ്, പക്ഷേ പഠനത്തിൽ വളരെ ബാക്കിലായിരുന്നു, സ്കൂളിൽ പോകാനൊന്നും താല്പര്യമില്ല. അതേ അവസ്ഥ തന്നെയാണ് ആർക്കുള്ളത്? രൺവിജയ്ക്ക്. അത്യാവശ്യം നല്ല പണക്കാരനാണ്, പക്ഷേ സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. പക്ഷെ മോർപാൽ താല്പര്യവും സ്കൂളിൽ പോകാനൊക്കെ നല്ല താല്പര്യമുണ്ട്. അതേപോലെ തന്നെ കലാമിനെ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് ഈ സിനിമയിലെ ഭാഗവും എൻ്റെ ജീവിതവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് ആര് പറയുന്നത്? മിഹിർ പറയുന്നത്. ബസ് ഏക് ഫർക്ക് ഹേ ഫിൽം മേ കലാം ദില്ലി ബി പഹുഞ്ച്ത. എന്നാൽ ബസ് ഏക് ഫർക്ക് ഹേ, എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. ഈ കഥയും എൻ്റെ ജീവിതവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫർക്ക്, വ്യത്യാസം. ഫിലിം മേ കലാം ദില്ലി ബി പഹുഞ്ച്ത, സിനിമയിലെ കലാം ഡൽഹിയിൽ എത്തുന്നുണ്ട്. और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता. എന്നാൽ അവിടെ അവന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാനുള്ള അവസരവും കിട്ടുന്നുണ്ട് സിനിമയിലെ കലാമിന്. ലേക്കിൻ മേരെ ബച്പൻ മേ ऐसा नहीं होता. എന്നാൽ എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെയായിരുന്നു? മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता. മോർപാലിന്റെ സ്കൂൾ 8ാം ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ചുടുവാ ദിയാ ജാത്ത എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. വേറെ നിവൃത്തിയില്ലാതെ 8ാം ക്ലാസ് നിർത്തിപ്പോരുകയാണ്. और वह अपने पिता की तरह आज भी वही खेती मजूरी करता. അവൻ ഇന്നും തൻ്റെ പിതാവിനെ കൃഷിയിലും മറ്റു കാര്യങ്ങളൊക്കെ സഹായിച്ച് വീട്ടിൽ തന്നെ കഴിയാണ്. അതാണ് വ്യത്യാസം. സിനിമയിലെ കലാം എന്താവുന്നുണ്ട്? ഡൽഹിയിലൊക്കെ പോയിട്ട് അവന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പക്ഷെ മോർപാൽ അങ്ങനെയല്ലായിരുന്നു. അവൻ ഇപ്പോഴും 8ാം ക്ലാസ്സിലെ പഠനമൊക്കെ നിർത്തി ഇപ്പോഴും അച്ഛനെയൊക്കെ സഹായിച്ച് കൃഷിയിലൊക്കെ സഹായിച്ച് ജീവിക്കുന്നു. इसलिए मेरे लिए കലാം की कहानी സൗ में एक ही कहानी. അതുകൊണ്ട് തന്നെ കലാമിൻ്റെ കഥ എൻ്റെ ജീവിതത്തിൽ 100 കഥകളിൽ ഒന്ന് മാത്രമാണ്. കലാമിൻ്റെ കഥ എൻ്റെ ജീവിതത്തിലെ 100 കഥകളിൽ ഒന്ന് മാത്രമാണ്. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. ബാക്കിയുള്ള 99 ബാക്കിയുള്ള 99 കഥകളും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ബച്പൻ, കുട്ടിക്കാലത്തെ. മിഹിർ പറയാണ്, നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു കഥകളും നമ്മൾ മറക്കാൻ പാടില്ല എന്ന് മിഹിർ പാണ്ഡെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് എഴുതാനുള്ളത്. ആ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. लेखक ने ऐसा क्यों कहा? എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം?
അതായത് മിഹിർ പറയുന്നുണ്ട്, കലാമിൻ്റെ കഥ മേരെ ജീവൻ മേ സൗ കഹാനി മേ ഏക് ഹെ. കലാമിൻ്റെ കഥ എൻ്റെ ജീവിതത്തിലെ 100 കഥകളിൽ ഒന്ന് മാത്രമാണ്. ബാക്കി 99 കഹാനിയോ കോ കബി ഭൂൽന നഹീ ചാഹിയെ. ബാക്കിയുള്ള 99 കഥകളും ഒരിക്കലും മറക്കാൻ പാടില്ല. ജോ ഹമാരെ ബച്പനോ മേ ഹെ. നമ്മുടെ കുട്ടിക്കാലത്തെ ബാക്കിയുള്ള 99 കഥകളും ഞാൻ മറക്കാം, അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ല. ലേഖകനെ ഏസ ക്യോം കഹാ. ലേഖകൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിൻ്റെ ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ പാർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാനുള്ളൂ. അടുത്ത പാർട്ടിൽ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റികൾ ചെയ്യാനുണ്ട്. ഓക്കെ.